ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ CI ആൻഡ്രിക് ഗ്രോമിക് അറസ്റ്റ് ചെയ്തതിൽ ഗുരുതര ചട്ടലംഘനമെന്ന് തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ട്. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല, ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തിയതും വീഴ്ചയാണ്. ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ നടപടിയെടുക്കും. ഇതിനു മുന്നോടിയായുള്ള അന്വേഷണത്തിന് ASPയെ നിയോഗിച്ചു. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ആദ്യ ദിവസം മുതൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതാണ് സുപ്രീം കോടതിയുടെയൊക്കെ കർശനമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് റൂബിൻ ലാലിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നത്. ഇപ്പോൾ അതിന്മേലുള്ള കൃത്യമായ റിപ്പോർട്ടാണോ പുറത്തു വന്നത്? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു റിപ്പോർട്ട് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് നോർത്ത് സോൺ IG-യുടെ ആദ്യ നടപടിയുടെ ഉത്തരവാണ്. നടപടിയുടെ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ ആൻഡ്രിക് ഗ്രോമിസ് എന്ന ഈ അതിരപ്പള്ളിയിലെ SHO കൃത്യമായി പോലീസ് സേനയുടെ പ്രതിച്ഛായ തകർത്തു. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടു കാര്യങ്ങൾക്ക് മാത്രമാണ് പോലീസ് റിപ്പോർട്ടിൽ തെളിവ് നൽകിയത്. അത് ഒന്ന്, ഈ അതിരപ്പള്ളിയിലെ 24 റിപ്പോർട്ടർ റൂബിനെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിവസ്ത്രനാക്കി നിർത്തി എന്നുള്ളത് മാത്രമാണ്. കാരണം ഇതിന് CCTV-യിൽ തെളിവുണ്ട്. മർദ്ദിക്കുന്ന സമയത്ത് CCTV പരിധിയിൽ വരാത്ത ഭാഗത്തു നിന്നാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കൃത്യമായ കുറ്റകൃത്യം ഈ CI ചെയ്തു എന്നുള്ളത് ഈ IG-യുടെ ഈ ഉത്തരവിൽ, നടപടി ഉത്തരവിൽ, അതായത് ഈ PR ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിൽ പണിഷ്മെന്റ് ഓൺ റോൾ എന്ന് പറയുന്ന നടപടിക്രമമാണ്. ഈ നടപടിക്രമം പ്രകാരം നടക്കുന്ന വാച്യാൽ അന്വേഷണത്തിനുള്ള ഉത്തരവാണ്. വാച്യാൽ അന്വേഷണത്തിന്റെ ചുമതല തൃശൂർ റൂറൽ അഡീഷണൽ SP-ക്കാണ്. അഡീഷണൽ SP 15 ദിവസത്തിനകം ചാർജ് മെമ്മോ നൽകണം. ഇതാണ് ഇതിന്റെ നടപടിക്രമം. ഈ ഉത്തരവിൽ തന്നെ രണ്ട് കുറ്റകൃത്യം കൃത്യമായി ഈ ആൻഡ്രിക് ഗ്രോമിസ് ചെയ്തു എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു. അതിലൊന്ന്, ഈ CRPC 41A നോട്ടീസ് എന്ന് പറയുന്നത് ഏത് കുറ്റകൃത്യം ചെയ്ത ഒരാൾക്കും സ്റ്റേഷനിൽ വരാൻ വേണ്ടി, അവർ ഹാജരാവാൻ വേണ്ടി നിയമപ്രകാരം, ചട്ടപ്രകാരം നോട്ടീസ് നൽകണം. എന്നാൽ ഇത് ഒരു കള്ളപ്പരാതിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കേസ്. ആ കേസിൽ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് കൃത്യമായി ചട്ടങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ്, നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ IG സേതുരാമന്റെ ഈ നടപടി ഉത്തരവിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ വിവസ്ത്രനാക്കി നിർത്തിയത്, ലോക്കൽ പോലും മിനിമം ക്ലോത്തിങ് പോലും അനുവദിക്കാതെ നിർത്തി എന്നുള്ളത് ഉത്തരവിൽ പറയുന്നു. ആ ഉത്തരവ് പ്രകാരം നോക്കുമ്പോൾ പോലീസിന്റെ തന്നെ പ്രതിച്ഛായയെ അതിൽ കൃത്യമായി പറയുന്നത്, പ്രൈമാ ഫേസി, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ ഒരു ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസിന്റെ പ്രതിച്ഛായയെ ടാർണിഷ് ചെയ്തു. അതായത് അതിലെ പദപ്രയോഗം ഇങ്ങനെ തന്നെയാണ്, ടാർണിഷിംഗ് ദ ഇമേജ് ഓഫ് ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് മുഴുവൻ പോലീസ് സേനയുടെയും പോലീസ് വകുപ്പിന്റെയും അന്തസ്സിനെ, പ്രതിച്ഛായയെ തകർക്കുന്ന പ്രവർത്തനമാണ്, കരിവാരിത്തേക്കുന്ന, ടാർണിഷ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന ഈ അതിരപ്പള്ളി IP ചെയ്തത്. IP ആർക്ക് വേണ്ടി ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ റിപ്പോർട്ടിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ റൂബിൻ ലാൽ കോടതിയിൽ പറഞ്ഞ, മജിസ്ട്രേറ്റിന് മുൻപേ മൊഴി നൽകിയ രണ്ട് പ്രധാന കാര്യങ്ങളിൽ അന്വേഷണം നടന്നില്ല. അത് പിന്നീട് നടക്കേണ്ടതാണ്. അത് ഒന്ന് മർദ്ദനത്തിന്റെ കാര്യം, മറ്റൊന്ന് മൊബൈൽ കൃത്യമായി തല്ലിപ്പൊളിച്ചു. അതിലെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായത് ഇങ്ങനെയാണ്: ഈ പാലത്തിന് മുകളിൽ വണ്ടി നിർത്തുന്നു, മൊബൈൽ നേരെ ഈ IP ഹെൻറിക്ക് റോഡിലേക്ക് വലിച്ചെറിയുന്നു. റോഡിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ടോർച്ച് അടിച്ചുകൊണ്ട് ഈ മൊബൈൽ എവിടെയുണ്ട് എന്ന് നോക്കുന്നു. മൊബൈൽ വീണ്ടും എടുക്കുന്നു, എന്നിട്ട് IP അത് പൊട്ടിച്ച് പുഴയിലേക്ക് എറിയുന്നു. ഇതാണ് റൂബിൻ ലാൽ ജയിലിൽ വെച്ച് നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഗുരുതരമായ ഒരു ചട്ടലംഘനത്തിന്റെ നോട്ടീസാണ്, ആദ്യ നടപടിയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചത്. ദീപക്, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണോ? അതിനുള്ള മുന്നോടിയായുള്ള അന്വേഷണത്തിനാണോ ഇപ്പോൾ ASPയെ നിയോഗിച്ചിട്ടുള്ളത്? അല്ല, ഇതുതന്നെ പ്രാഥമികമായ നടപടിയാണ്. സാധാരണഗതിയിൽ പോലീസിലെ പ്രമോഷൻ, ഇൻക്രിമെന്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ബാധിക്കുന്ന നടപടിയാണ് ഈ പണിഷ്മെന്റ് ആൻഡ് റോൾ എന്ന് പറയുന്ന PR ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഗുരുതരമായൊരു ചട്ടലംഘനം നടത്തുകയും പോലീസ് സേനയുടെ ആകെയുള്ള പ്രതിച്ഛായ തകർക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാച്യാൽ അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ നടപടി തന്നെയാണ്. സ്വാഭാവികമായും ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു, മറ്റു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് ആ
ആഭ്യന്തര വകുപ്പ് പിന്നീട് കടന്നേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഈ ഹെൻഡ്രിക് ഗ്രോമിക്കിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആലത്തൂർ നേരത്തെ DYSP ആയിരുന്ന, ഇപ്പോൾ ഇലക്ഷൻ ട്രാൻസ്ഫറിൽ തൃശൂർ ചാലക്കുടിയിലേക്ക് വന്ന അശോകന്റെ സഹായം തന്നെയാണ്. അശോകൻ പല രഹസ്യങ്ങളും പല കാര്യങ്ങളും ഇയാൾക്ക് അനുകൂലമായി, പ്രത്യേകിച്ചും അശോകന്റെ റിപ്പോർട്ടിൽ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല എന്ന പച്ചക്കള്ളം എഴുതി ചേർത്തു എന്നുള്ളതാണ്. ആ റിപ്പോർട്ടാണ് IG തള്ളിക്കൊണ്ട് വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞത്. ഏതായാലും ഇപ്പം സൈബർ സെൽ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നൽകിയ പരാതിയിൽ അത് ഗൗരവത്തിലെടുക്കുകയും DGPയോട് അന്വേഷണത്തിന് പറയുകയും ചെയ്തതാണ്. മാത്രമല്ല ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായി തന്നെ ഇതിലൊരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെയൊക്കെ തുടക്കം എന്ന നിലയിലാണ് ഈ വാച്യാൽ അന്വേഷണത്തിൻ്റെ ആദ്യ നടപടിയിലേക്ക് കടക്കുകയും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു IPക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ്, ഒരു അന്വേഷണ ഉത്തരവ് IGP PR ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് വാച്യാൽ അന്വേഷണ ഉത്തരവ് ഇറക്കിയതുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അനുജ, ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാരനെ CI ആൻഡ്രിക് ഗ്രോമിക് അറസ്റ്റ് ചെയ്തതിൽ ഗുരുതര ചട്ടലംഘനം എന്നുള്ളതാണ് തൃശൂർ റൂറൽ SPയുടെ റിപ്പോർട്ട്. ഇതിന്മേൽ ഇനി അന്വേഷണം ഉണ്ടാകും. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല, ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ സമയം വരുന്നത്. ലൈവ് ന്യൂസ് അവസാനിക്കുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചതുമായി വേണു ബാലകൃഷ്ണൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.